ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഗോബി മഞ്ചൂരിയൻ ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കോളിഫ്ലവർ ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കണ്ടോ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഈ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും നല്ല പോലെ ഒന്ന് മുന്തി നിൽക്കണം. ഉപ്പിൻ്റെ അളവ് എപ്പോഴും വെള്ളത്തിൽ മുന്തി നിൽക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ കോളിഫ്ലവർ ഇട്ടിട്ട് ഇതിൽ വേവിച്ചെടുക്കുമ്പോൾ കോളിഫ്ലവറിലേക്ക് പാകമുള്ള ഉപ്പ് പിടിക്കും. പിന്നെ നമ്മൾ ബാക്കി ഇത് ഊറ്റിക്കളയാണല്ലോ, അപ്പോൾ കുറച്ച് ഉപ്പ് അങ്ങനെ പോവും. അപ്പോൾ ആ പാകത്തിന് കോളിഫ്ലവറിലേക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഉപ്പ് ഇതിൽ മുന്നിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോളിഫ്ലവർ ഇട്ടതിന് ശേഷം നല്ല പോലെ തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കോളിഫ്ലവർ നല്ല പോലെ വെട്ടി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇങ്ങനെ കിടന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ കോളിഫ്ലവർ ഇതിൽ നിന്ന് ഊറ്റിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ എല്ലാ കോളിഫ്ലവറും ഇതിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. കോളിഫ്ലവറൊക്കെ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗോബി മഞ്ചൂരിയൻ്റെ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഗോബി മഞ്ചൂരിയൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മൈദ, ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ബാറ്റർ ഭയങ്കര ലൂസാണ്. പക്ഷേ ഇങ്ങനെ ഈ ടൈമിൽ നമ്മൾ ഇച്ചിരി ലൂസിൽ വേണം ഈ കോളിഫ്ലവർ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. ഈ കോളിഫ്ലവറിന് നല്ല തിക്നെസ് കിട്ടണം. ഈ മാവിൻ്റെ ഈ ബാറ്ററിന് നല്ല തിക്നെസ് വേണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മൈദയും ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കോളിഫ്ലവർ നല്ലപോലെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഓരോ സൈഡ് ആവുന്നതിനനുസരിച്ച് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം.
കണ്ടോ ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഓയിലിൽ നിന്ന് എടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ കോളിഫ്ലവറും ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതും ഓരോ സൈഡ് ആവുന്നതിനനുസരിച്ച് നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത് ഓയിലിൽ നിന്ന് കോരി എടുക്കുകയാണ്. അപ്പോൾ ഞാനിത് 2 പാത്രങ്ങളിൽ വെക്കാൻ കാരണം എന്താ വെച്ചാൽ ഇത് ഞാൻ ആദ്യത്തെ ട്രിപ്പിൽ വറുത്തെടുത്ത കോളിഫ്ലവറും ഇതിപ്പോൾ വറുത്തെടുത്ത കോളിഫ്ലവറാണ്. അപ്പോൾ ഈ കോളിഫ്ലവർ നമുക്ക് ഒന്നും കൂടി ഈ ഓയിലിട്ടിട്ട് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അത് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്നും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ഓയിലിൽ നിന്ന് കോരി എടുക്കുകയാണ്. ഇനി നമുക്ക് ഈ കോളിഫ്ലവറും കൂടി ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ ഇതാണ് നമ്മൾ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. 2 വട്ടം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കോളിഫ്ലവർ നമ്മൾ മാവിൽ പൊട്ടിയിട്ട് ഫസ്റ്റ് ആദ്യം ഫ്രൈ ചെയ്തെടുത്തു. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം കൂടി ഫ്രൈ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഇതിപ്പോൾ 2 വട്ടം ഫ്രൈ ചെയ്തിട്ടുള്ള കോളിഫ്ലവറാണ്. നല്ല പോലെ കണ്ടില്ലേ സൗണ്ട് ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിൽ ചൂടായി വരണം, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചോപ്പ് ചെയ്തത്. ഞാൻ ചോപ്പ് ചെയ്തിട്ട് എടുത്തിക്കണ്, അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 മീഡിയം സൈസ് സവാള അത് ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടില്ലേ വെളുത്തുള്ളി, അത് ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ പച്ചമുളക് ഇട്ട് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാള നല്ലപോലെ മുരിഞ്ഞൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ സവാള വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി സോസുകൾ ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. അപ്പോൾ എല്ലാതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂൺ വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ്.
ഇനി ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനെടുത്തുള്ള കോളിഫ്ലവറിന് പാകത്തിന് ഗ്രേവി വേണമല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത്ര വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒഴിച്ച് കൊടുത്തുള്ള തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ്. ഇനിയിപ്പോൾ ഈ ഒരു സോസില്ലേ, ഇതിലേക്കുള്ള ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പം ഞാനിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ജസ്റ്റ് കണ്ടോ, വെള്ളം ഒഴിച്ചിട്ട് വന്നപ്പോഴേക്കും പെട്ടെന്ന് ഡ്രൈ ആയി നമുക്ക് തോന്നി. കാരണം നമ്മൾ കോൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് തിക്നെസ് കിട്ടും. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഈ സോസൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടില്ലേ കോൺഫ്ലവറും വെള്ളം, ഇതിൽ നിന്ന് ഞാൻ 2 ടീസ്പൂണ് കോൺഫ്ലവർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ല, ഞാനത് മുഴുവൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല, 2 ടീസ്പൂൺ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ അതിട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി സ്പ്രിംഗ് ഒന്നിയൻ ഉണ്ടെങ്കിൽ ഈ ടൈമിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാൻ ഇട്ട് കൊടുക്കണില്ല. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം ഞാൻ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ സവാളയും ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കും സവാളയില്ലേ അതിട്ട് കൊടുക്കാം. നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് 2 മിനിറ്റ് മുന്നേ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഒരു കഷ്ണം കഴിച്ചു നോക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ മണമൊക്കെ ശരിക്കും ആ കോളിഫ്ലവർക്കൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിപ്പോൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ 2 വട്ടമാണ് ഡബിൾ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഈ കോളിഫ്ലവർ കണ്ടോ, കോളിഫ്ലവറും ആ കോട്ടിങ്ങും കണ്ടോ വിട്ട് വരുന്നില്ല, രണ്ടും യോജിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതുതന്നെയാണ് മെയിനായിട്ട് നമ്മൾ ഈ ഗോബി മഞ്ചൂരിയൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം ഈ സോസും കൂടി മിക്സായിട്ട് വരുമ്പോൾ പെർഫെക്റ്റ് ശരിക്കും ഗോബി മഞ്ചൂരിയൻ്റെ ടേസ്റ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാൻ ടേസ്റ്റുള്ള നല്ലൊരു റെസിപ്പിയാണ്. ഇതിപ്പോൾ ഗോബി മഞ്ചൂരിയൻ ചപ്പാത്തിയിലൊപ്പോ അതുപോലെ പൊറോട്ടയിലൊപ്പോ അതുപോലെ ഫ്രൈഡ് റൈസ് അതിൻ്റെ ഒക്കെ ഒപ്പം കോമ്പിനേഷനായി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ഇതിപ്പോൾ ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ നമുക്ക് ഹോട്ടലിൽ പോയിട്ട് മാത്രമല്ല കഴിക്കാൻ പറ്റുക, ഇതൊക്കെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും. അതും വളരെയധികം തുച്ഛമായ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റ് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.